ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ പോയാലോ? കുറേ നാളത്തെ ആഗ്രഹമുണ്ട് പോകണമെന്നുള്ളത്. ഇപ്പോഴാണ് ദൈവം സഹായിച്ചിട്ട് പോകാനായിട്ട് പറ്റിയ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി 9:15 ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KSRTC ആണ്. അപ്പോൾ നമ്മുടെ നോർത്ത് പറവൂരിൽ നിന്ന് വന്നിട്ട് ബസ് വരുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് 2 മണിക്കൂർ ഡിലേ ആയിരുന്നു. 11 മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി എത്തിയത്. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിക്കാണ് നല്ല ബ്ലോക്കായിരുന്നു എറണാകുളത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 12 മണിക്ക് ബസ്സിൽ കയറി. കുറേ കഴിഞ്ഞപ്പോഴേ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല പെരും മഴ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ചായയും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മഴ ആയതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ തലശ്ശേരിയിൽ ശരിക്കും പറഞ്ഞാൽ 4 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. ബട്ട് ഞങ്ങൾ എത്തിയപ്പോൾ 6 മണിക്കാണ് എത്തിയത് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ഫ്രഷപ്പായി. അതിന് ശേഷം തലശ്ശേരി സ്റ്റാൻഡിൽ തന്നെയായിരുന്നു, അടുത്ത് തന്നെയാണ് ഫ്രഷപ്പ് ആയിട്ട്. അപ്പോൾ സ്റ്റാൻഡിൽ തന്നെ കുറേ നമുക്ക് കൊട്ടിയൂർ അമ്പലം എന്ന് പറഞ്ഞ ബസ് ഉണ്ടാവും. അത് പ്രൈവറ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണൂരിനേക്കാളും നല്ലത് തലശ്ശേരി ഇറങ്ങുന്നതാണ്. കാരണം തലശ്ശേരി നമുക്ക് ഒരുപാട് ബസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. കണ്ണൂരിൽ നമ്മൾ കുറച്ചും കൂടി ലോങ്ങാണ്. ഒരു ഏകദേശം 2-3 മണിക്കൂറൊക്കെ നമുക്ക് എടുക്കും. ഇപ്പോൾ തലശ്ശേരിയിലാണപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ബസ്സും കിട്ടി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തി കേട്ടോ. ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 1.5 മണിക്കൂർ ആയത്. ഒരു 9 മണി കഴിഞ്ഞപ്പോഴേക്കും 7:00 ഞങ്ങൾ ബസ്സിൽ കയറി. 7:30 ബസ്സിൽ കയറിയതിന് ശേഷം ഒരു 9 മണി കഴിഞ്ഞ് 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. കാരണം കുറേ കഴിയുമ്പോൾ ഫോറസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുന്ന ഒരു വഴിയുണ്ടല്ലോ റോഡിലെ, അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല തണുപ്പും നമുക്ക് കണ്ണിനൊക്കെ എന്താ പറയുക, കുളിർമയേകും എന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്ക് കണ്ടിങ്ങനെ ഇരിക്കും. ഉറങ്ങിയില്ല നമ്മളതിൽ കണ്ടിങ്ങനെ ഇരുന്നിപ്പോൾ നല്ല രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട്, അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ. കാരണം കുറേ നാളെ ആഗ്രഹിക്കുന്നു പോകണമെന്ന്, പക്ഷേ നടക്കുന്നില്ല. അവിടെ കൊട്ടിയൂരപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടാണല്ലോ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴായിരിക്കും എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തി. പോകുന്ന വഴിയിലാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ എൻ്റെ അച്ഛൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് കണ്ണൂരൊക്കെ കുഞ്ഞിലെ ഞാൻ അവിടെ ആയിരുന്നു കണ്ണൂരൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഗേജ് ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ പോയിട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവിടെ സുരക്ഷിതമായല്ലോ, അവിടെ വെച്ചു. അതിനുശേഷം ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ ക്യൂവിലോട്ട് പോയത്. കാരണം കഴിഞ്ഞ മുൻപത്തെ പ്രാവശ്യത്തിൽ പോയിട്ട് ഞങ്ങൾ ചായ ഒന്നും കുടിക്കാതെയാണ് പോയത്. അപ്പോൾ ക്യൂ നിന്നിട്ട് നല്ലപോലെ ക്ഷീണിച്ച് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ചായ കുടിച്ചപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ഹോട്ടലുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും കയറാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒരു ചപ്പാത്തിയും അങ്ങനെ കിട്ടുന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കയറിയിട്ട് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ക്യൂവിലോട്ട് പോയി കേട്ടോ. ക്യൂവിലോട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം 10 മണിക്കാകുമ്പോഴേക്കും ക്യൂവിലോട്ട് സ്റ്റാർട്ട് ചെയ്തു, കയറി നിന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് അവിടെ പുഴകളുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് കുളിച്ചിട്ട് വേണം കയറാമെന്നാണ് ഐതിഹ്യം. പക്ഷെ ഞങ്ങൾ ഓൾറെഡി കുളിച്ചതുകൊണ്ട് അവിടെ നിന്ന് കുളിച്ചില്ല. കാരണം വെള്ളവും കുറവായിരുന്നു, പിന്നെ ചെളി വെള്ളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൈയും കാലൊക്കെ കഴുകി അതിന് ശേഷം നമ്മൾ ക്യൂവിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 10 മണിക്ക് ക്യൂവിൽ കയറിയതാണ് കേട്ടോ. 10 മണിക്ക് ക്യൂവിൽ കയറിയതിന് ശേഷം ഏകദേശം 7 മണിക്കൂർ ടൈം എടുത്ത്. 7 മണിക്കൂർ അത്രയും നേരം ഞങ്ങൾ ക്യൂവിൽ നിന്ന് നല്ലപോലെ ക്ഷീണിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളത്തിനായിരുന്നു കൂടുതൽ ദാഹം ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ കൊണ്ടുപോയ വെള്ളമാണെങ്കിലും തീർന്നു. ഒരു കുപ്പി വെള്ളമല്ലേ കൊണ്ടുപോകണം, അത് തീർന്നു. പക്ഷെ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് അധികം വെള്ളം അങ്ങനെ ഒരു സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബാക്കിൽ നിൽക്കുന്നവർക്കൊന്നും ചെയ്യുന്നുണ്ടായില്ല. അങ്ങ് അറ്റെത്തിയപ്പോഴാണ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം 7 മണിക്കൂർ നിന്നു. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളീസൊന്നും അധികം ഇല്ല. കൂടുതലും ഈ കന്നഡ, തെലുങ്കു, അതുപോലെ തമിഴ്, ഇത്ര ആൾക്കാർ കൂടുതലും. ഇപ്പം ഞങ്ങൾ നിന്ന് ക്യൂവിലാണെങ്കിലും ശരി, കൂടുതലും തെലുങ്ക് സംസാരിക്കുന്നവർ, കന്നഡ സംസാരിക്കുന്നവർ, തമിഴ് അങ്ങനെ അതൊരു ഗ്രൂപ്പായിട്ട് വരണേ. അപ്പോൾ അതുകൊണ്ട് ഇത്ര തിരക്ക്. അപ്പോൾ ഞങ്ങൾ സൺഡേയാണ് അവിടെ എത്തി കേട്ടോ. സൺഡേയാണ് തൊഴാൻ പോയത്. പക്ഷേ തിരക്ക് തന്നെ അതുപോലെയാണ് തിരക്ക്. നമ്മൾ അത്രയും നേരം ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് ആ ഫ്രണ്ടിൽ പോയിട്ടുള്ള ദർശനം കിട്ടുള്ളൂ. നമുക്ക് വേറെ വഴി പോകാം, പക്ഷേ നമുക്കത് ശിവലിംഗത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ദർശനം നടത്താനായിട്ട് പറ്റില്ല. അകലെ നിന്നിട്ട് തൊഴാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്യൂവിൽ നിന്നാൽ മാത്രമാണ് അടുത്ത് പോയിട്ട് നമുക്ക് ദർശനം നടത്തി നമുക്ക് നേർച്ചയൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ക്യൂ എത്ര ഇഷ്ടപ്പെട്ടാണെങ്കിലും ക്യൂ നിന്നിട്ട് പോകുന്നത്.
ഓക്കെ. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ കൂട്ടി ഉരച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം കിട്ടും, അതല്ലെങ്കിൽ കുങ്കുമം കിട്ടും, പിന്നെ ഭസ്മം കിട്ടും. ഇങ്ങനെ 3 തരത്തിലാണ് പറയുന്നത്. അപ്പം അത് ചിലർക്ക് ഉരക്കുമ്പോൾ ചുവപ്പായിട്ട് അത് കുങ്കുമമായിട്ട് വരും, ചിലർക്കത് ചന്ദന കളറായിട്ട് വരും, പിന്നെ ചിലർക്കതൊരു ഭസ്മത്തിൻ്റെ കളറായിട്ട് വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചന്ദനമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ. പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ല, സൗന്ദര്യമായ അതുപോലെയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ആ വയനാടൻ മലനിരകളൊക്കെ. നമുക്ക് ശരിക്കും അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് വയനാടൻ മലനിരകളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ മഴയുണ്ടായില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു. മഴ പെയ്തില്ല. ശരിക്കും മഴ പെയ്യണം എന്നാണ് ശാസ്ത്രം, പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈവനിങ് ഇറങ്ങിയില്ലേ, ഈവനിങ് ഇറങ്ങിയ സമയത്ത് മഴ കിട്ടി, അത് ഞാൻ പറയാം. ഞങ്ങൾ പോയ സമയത്ത് മഴയുണ്ടായില്ല, വെയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്കിങ്ങനെ പച്ചപ്പൊക്കെ ആയതുകൊണ്ട് അധികം ചൂട് ഉണ്ടായിരുന്നില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ നമുക്ക് ആ ഒരു പാലത്തിൻ്റെയൊക്കെ അടുത്തെത്തുമ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. കുട്ടികളെയും കൊണ്ടൊക്കെ നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചൂടെടുത്ത് നമുക്ക് അത്രയും തിരക്കല്ല, അപ്പോൾ നമുക്ക് ചൂട് പിന്നെ നമുക്ക് കൂടിയാണ് വരുന്നത്. കുറേ നേരം നിന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കാണ് അവർ വെള്ളം സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും അടുത്തെത്തി കേട്ടോ. അടുത്തെത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് വീഡിയോഗ്രാഫി എല്ലാം കൂടെ അല്ല കേട്ടോ, അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ അങ്ങനെ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പവും അരവണയും മേടിച്ചു. ഇത് ടേസ്റ്റാണെന്ന് അറിയാം, അവിടുത്തെ അപ്പത്തിന് നെയ്യിലുണ്ടാക്കുന്നത് അത്ര ടേസ്റ്റാണ്. അത് കഴിച്ചു ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ആ പുഴയിൽ കല്ലൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ചു, കല്ലൊക്കെ ഉരച്ചു, അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഇക്കരക്കൊട്ടിയൂർ പോയിട്ട് തൊഴുതു. പിന്നെ നമുക്ക് ഓടപ്പൂ മേടിക്കണമല്ലോ, അത് മേടിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ 5:30 ആയി ഞങ്ങൾക്ക് കണ്ണൂർക്ക് ബസ് കിട്ടിയപ്പോൾ. പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. ബൈ.